NCP സംസ്ഥാന ഘടകത്തിലെ മന്ത്രിസ്ഥാനം വീതം വെപ്പിന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. നേതൃത്വവുമായി ചർച്ചയ്ക്ക് പോലും വഴങ്ങാതെ മാറി നിൽക്കുന്ന AK ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ പവാറിനാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യവും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ഭീഷണി മുഴക്കുന്ന തോമസ് കെ തോമസ് MLA സമാധാനിപ്പിച്ച് കൂടെ നിർത്തുക എന്നതും ശരത് പവാറിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. മന്ത്രിസ്ഥാനം വീതം വെപ്പ് സംബന്ധിച്ച് NCP സംസ്ഥാന ഘടകത്തിലെ തർക്കം തീർക്കാൻ ദേശീയ അധ്യക്ഷനായ ശരത് പവാർ വെള്ളിയാഴ്ച കേരള നേതാക്കളെ കാണാനിരിക്കെ ഉയർന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. സംസ്ഥാന ഘടകത്തിൽ പിളർപ്പിന് വരെ വഴിവെച്ചേക്കാവുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, കുട്ടനാട് MLA ആയ തോമസ് കെ തോമസ് എന്നിവരെയാണ് പവാർ മുംബൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പവാറിന്റെ സമവായ ശ്രമങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പാർട്ടി ക്യാമ്പിൽ നിന്നും ഉയർന്നു വരുന്നത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്യുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശശീന്ദ്രൻ പോയേക്കില്ല എന്നാണ് ആ വിവരം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ നിയമസഭാംഗത്വവും രാജിവെക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ഭീഷണി മുഴക്കിയിരിക്കുന്ന ശശീന്ദ്രന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നതും. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തടയാൻ സമ്മർദ്ദ തന്ത്രം തുടരാനാണ് ശശീന്ദ്രന്റെ വിഭാഗത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇന്നലെ ഓൺലൈനായി ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോയ്ക്ക് എതിരെ പ്രതിഷേധം ഉയർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നിരുന്നില്ല. രാത്രി 7-ന് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തന്റെ പക്ഷത്തുള്ള പരമാവധി നേതാക്കളെ ശശീന്ദ്രൻ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും ഓൺലൈൻ യോഗങ്ങളിൽ പങ്കുചേരാത്ത കോഴിക്കോട് നിന്നുള്ള ശശീന്ദ്രൻ പക്ഷേ നേതാക്കളായ ജോബ് കോട്ടൂർ, ആലുക്കോയ എന്നിവർ ഉൾപ്പെടെ ഇന്നലത്തെ ഓൺലൈൻ യോഗത്തിൽ പങ്കുചേർന്നതും ശ്രദ്ധേയമാണ്. പ്രതിഷേധത്തിനുള്ള ശശീന്ദ്രൻ പക്ഷത്ത് നിന്ന് ആസൂത്രിതമായ നീക്കമുണ്ടെന്ന് മനസ്സിലാക്കിയ സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോ യോഗത്തിൽ കയറാതെ മുങ്ങുകയും ചെയ്തു. തൊണ്ടയ്ക്ക് അസുഖമായതിനാൽ സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് താൻ തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയറാതെ PC ചാക്കോ മുങ്ങിയത്. ഓൺലൈൻ യോഗത്തിൽ നടക്കാതെ പോയ പ്രതിഷേധം നാളത്തെ മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിൽ അരങ്ങേറ്റാനാണ് ശശീന്ദ്രൻ പക്ഷത്തിന്റെ ആലോചന. കൊച്ചിയിലായിരുന്നു സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലെയും പ്രസിഡന്റുമാരുടെയും കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മന്ത്രിസ്ഥാനം ലഭിച്ചേ തീരുവെന്ന കർശന നിലപാടിലുള്ള തോമസ് കെ തോമസ് സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NCP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കിയത്. NCP ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായി തോമസ് കെ തോമസ് നേരത്തെ അകൽച്ചയിലായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതോടെ ജില്ലാ നേതൃത്വമായും അടുക്കുകയായിരുന്നു. PC ചാക്കോയ്ക്ക് ഒപ്പമുള്ള സാദത്ത് ഹമീദാണ് NCPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കുന്നതും. അതെല്ലാം തന്നെ PC ചാക്കോയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് നിലവിലെ സൂചന. അടുത്തിടെ AK ശശീന്ദ്രനുമായി അകന്ന PC ചാക്കോയുടെ മുൻകൈയിലാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ മാസം 30-ന് അകം തന്നെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീർപ്പുണ്ടാക്കണമെന്ന നിലപാടിലാണ് തോമസ് കെ തോമസ് വിഭാഗമുള്ളത്. ശരത് പവാറിന്റെ ഇടപെടലിനെ പ്രതീക്ഷയോടെ കാണുന്ന തോമസ് കെ തോമസ് വിഭാഗം മന്ത്രിസ്ഥാനത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നതും. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശശീന്ദ്രൻ നിയമസഭാംഗത്വം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കുന്നതെന്ന അനുമാനത്തിലാണ് PC ചാക്കോയുള്ളത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി PC ചാക്കോ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് മാറ്റിയാൽ ഇവിടെ ഒഴിവ് വരികയും ചെയ്യും. വർക്കിംഗ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തില്ല എങ്കിലും പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് മാറ്റാൻ ചാക്കോ ഇതുവരെ തയ്യാറായിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ്. അത് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണിതെന്നാണ് എതിർവിഭാഗത്തിന്റെ ആക്ഷേപം. മഹാരാഷ്ട്രയിലെ പിളർപ്പോടെ NCPക്ക് ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനം കേരളം മാത്രമാണ്. നേരത്തെ NCPയുടെ ഭാഗമായിരുന്ന മാണി സി കാപ്പനെ തിരികെ കൊണ്ടുവരാനുള്ള ഉദ്ദേശവും PC ചാക്കോയ്ക്ക് ഉണ്ടെന്ന് ഒരു സൂചനയുണ്ട്. ഇപ്പോൾ UDFിലുള്ള മാണി സി കാപ്പൻ NCPയിലൂടെ ഇടത് മുന്നണിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകാനാണ് ചാക്കോയുടെ ഉദ്ദേശമെന്ന് സംശയവും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ NCPയിൽ എത്തിയാലും മാണി സി കാപ്പൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന പാലാ സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യത കുറവാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാല അവർക്ക് തന്നെ നൽകാമെന്ന ഇടതുമുന്നണി തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ NCPയിലേക്ക് തിരിച്ചു വരുന്നത് കാപ്പന് ഒരു നഷ്ടക്കച്ചവടമാകാനാണ് സാധ്യതയുള്ളത്.